കാര്യം കൂടെ വി എം സുധീരനെ മാറ്റിയെന്നൊന്നും പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അദ്ദേഹം ആ പാട്ട് സ്വരം നല്ല സമയമായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം ഒഴിഞ്ഞുപോയി, അദ്ദേഹത്തിന് പറ്റിയ അവസരം കിട്ടി എന്നാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇങ്ങനെ ഇപ്പോൾ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ യോജിച്ചുള്ള ഒരു ശബ്ദം എന്തായാലും വി എം സുധീരന്റെ രാജി പിൻവലിക്കണം എന്ന് ഉണ്ടാവുകയില്ല. ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള ഏതാനും ആളുകൾ നിയമസഭയിൽ പോലും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നത്, നിയമസഭാ കക്ഷിയിൽ പോലും ഒപ്പം നിൽക്കുന്നത് ഒരു MLA മാത്രമാണ്. അപ്പോൾ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ ഈ രാജി പിൻവലിക്കുവാൻ? അല്ല, സണ്ണിക്കുട്ടി തന്നെ പറഞ്ഞല്ലോ, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ വീക്ഷണകോണങ്ങളുമുണ്ട്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, വാഴക്കൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അതുപോലെ സണ്ണിക്കുട്ടിക്ക് സണ്ണിക്കുട്ടിയുടേതായ ഇൻട്രസ്റ്റ് ഈ ചർച്ചയിൽ പങ്കെടുപ്പുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാനിവിടെ പറഞ്ഞത്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ അൺക്വസ്റ്റ്യൻഡായ ഏത് നേതാവാണ് ഉള്ളത്? ഏത് നേതാവിനെയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കായിട്ട് സ്വസ്ഥമായിട്ട് ആ കസേരയിൽ നിന്ന് ഇരിക്കാൻ അനുവദിച്ചിട്ടുള്ളത്? ശ്രീ AK ആന്റണി KPCC പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ മാറ്റണമെന്ന് പറഞ്ഞ് എന്തെല്ലാം പ്രക്ഷോഭണം കേരളത്തിലുണ്ടായി. അവസാനം 1992 ഇലക്ഷൻ നടത്തി ബാലറ്റ് പേപ്പറിലൂടെ ശ്രീ ആന്റണിയെ പരാജയപ്പെടുത്തി വിട്ടില്ലേ? പരാജയപ്പെടുത്തിയതിൻ്റെ പരിണിതഫലം പിന്നെ കോൺഗ്രസ് പാർട്ടി അനുഭവിച്ചില്ലേ? എന്താണ് അതിൻ്റെ പരിണിതഫലം എന്ന് ഇനി ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കണോ? ഇവിടെ ശ്രീ VM സുധീരൻ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കേരളത്തിലെ KPCC പ്രസിഡന്റായത്. സണ്ണിക്കുട്ടി പറയുന്നത് ശരിയാണ്. 2 വിഭാഗം ആളുകൾ എതിർത്തിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അദ്ദേഹത്തെ PCC പ്രസിഡന്റ് ആക്കിയത്. പക്ഷേ ഹൈക്കമാൻഡ് പിന്നീട് കണ്ടത് ഒരു സമരം പോലും സംഘടിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ പാർട്ടി എത്തിയിരിക്കുന്നു എന്ന് ഒരു MLA തന്നെയാണ്, K മുരളീധരൻ തന്നെയാണ് പരസ്യമായി ഇവിടെ പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിച്ചതും VM സുധീരനാണല്ലോ. അപ്പോൾ പിന്നെ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ അദ്ദേഹത്തെ മാറ്റണം എന്ന് മാത്രമല്ലേ ആവശ്യപ്പെടാൻ കഴിയുകയുള്ളൂ? മഞ്ജുഷേ, നമ്മളൊരു വലിയ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു MLA മാത്രമാണോ മഞ്ജുഷേ ഉള്ളത്? കോൺഗ്രസ് പാർട്ടിക്ക് എത്ര MLA-മാരുണ്ട്? ആ MLA-മാരിൽ ഒരു MLA അഭിപ്രായം പറഞ്ഞാൽ ആ MLA പറയുന്ന അഭിപ്രായത്തെ പർവ്വതീകരിച്ച് കാണിച്ച് അത് MLA-മാരുടെ മുഴുവൻ അഭിപ്രായമാക്കി മാറ്റാൻ പറ്റും. ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഇവിടെ പ്രതിപക്ഷമില്ലെന്ന് പറഞ്ഞാൽ ശുദ്ധ അസമ്മതമല്ലേ? വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടില്ലേ? ഒരു പാർട്ടി ഇവിടില്ലേ? എന്താ ഇവിടെ പാർട്ടി കുഴപ്പം? ഒരു ഗവൺമെന്റ് അധികാരത്തിലേറി 1 വർഷം തികയുന്നതിന് മുമ്പ് പാർട്ടി എത്ര സമരം നടത്തി? പ്രതിപക്ഷം എത്ര സമരം നടത്തി? നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റൂ? ഇവിടെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഭവത്തെക്കുറിച്ച് സംഭവത്തിന് വിധേയമായ ആളുകൾ ഒരു വിശദീകരണം തന്നാൽ അതുപോലും അവിശ്വസിക്കുന്ന ഒരു കാലം. ഇവിടെ ശ്രീ ജയശങ്കർ പ്രസിഡന്റിനോട് സംസാരിച്ചു, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടു. അദ്ദേഹത്തിൻ്റെ വാരിയലിന് സംഭവിച്ച ക്ഷതം അത് 3 മാസം, അതിനപ്പുറം ചിലപ്പോൾ വേണ്ടിവരും. ആ 3 മാസക്കാലം വളരെ സജീവ സാന്നിധ്യത്തിലുള്ള ഒരാൾ അസുഖത്തിന് ചികിത്സയ്ക്ക് പോവുകയും അല്ലെങ്കിൽ വീട്ടിൽ വിശ്രമിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ പാർട്ടിക്കകത്തൊരു സ്റ്റാഗ്നേഷൻ ഉണ്ടാക്കണമെന്നാണോ നിങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നത്? കേരളത്തിൽ എത്രയോ നേതാക്കന്മാരുണ്ട്. പുതിയൊരു പ്രസിഡന്റ് വരട്ടെ, പ്രസിഡന്റ് അസുഖം ഭേദമാകട്ടെ, അദ്ദേഹം തിരിച്ചു വരട്ടെ, അദ്ദേഹം സജീവമായി രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. തിരിച്ചു വരട്ടെ എന്ന് താങ്കൾ പറയുന്നത് എന്താണ്? VM സുധീരൻ വീണ്ടും KPCC പ്രസിഡന്റ് പദവിയിലേക്ക് തിരിച്ചു വരട്ടെ എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. കേരളത്തിലെ നേതൃസ്ഥാനത്തേക്ക് ഇപ്പൊ അദ്ദേഹം നേതൃത്വത്തിൽ നിന്നൊരു താൽക്കാലികമായി KPCC പ്രസിഡന്റ്, ഇതിപ്പോ KPCC പ്രസിഡന്റ് രാജിവെച്ചു, ഫാക്സ് അയച്ചു, ഫാക്സ് കോൺഗ്രസ് പ്രസിഡന്റ് കിട്ടിയിട്ടില്ല, രാജി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് വിദേശത്താണ്, 16-ാം തീയതി മടങ്ങി വരണം. മടങ്ങി വന്ന രാജി കാണണം. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനും നിങ്ങളുമല്ല, കോൺഗ്രസ് പ്രസിഡന്റാണ്. അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അനന്തര നടപടിയെന്ന് അവരാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത്. ഹൈക്കമാൻഡ് VM സുധീരനോട് തുടരണം എന്നാവശ്യപ്പെടുവാനുള്ള സാഹചര്യം നിലവിലുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് നമുക്കറിയാം, ഹൈക്കമാൻഡുമായിട്ട് ചർച്ച ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ശ്രീ AK ആണല്ലോ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഹൈക്കമാൻഡ്. അദ്ദേഹവുമായി സംസാരിച്ചിട്ടാണ് അദ്ദേഹം ഈ രാജി തീരുമാനം എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം തന്നെ മഞ്ജുഷ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കോൺഗ്രസ് ആണ് UDFന് നേതൃത്വം കൊടുക്കുന്നത്. UDF വളരെ ശക്തമായിട്ട്, അത് ഇതുവരെ ശക്തമായിട്ട് വന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കൂടുതൽ ശക്തമായിട്ട് സമരരംഗത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യനയത്തിൽ ചില മാറ്റങ്ങൾ
പിന്നെ സംസ്ഥാന സർക്കാർ ആലോചിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മദ്യനയത്തിൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ നിന്ന് ആ സമരം നയിക്കേണ്ടത് ശ്രീ VM സുധീരൻ ആയിരിക്കേണ്ടതാണ്. അപ്പോൾ ഈയൊക്കെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നതുകൊണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡ് അറിയാതെയാണ് ഈ ഒരു തീരുമാനം എന്ന് പറയാൻ എത്രത്തോളം പറ്റും? ശ്രീ AK ആന്റണി അറിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇന്ന് ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സ്റ്റാഫിനെ വിളിച്ചു. അദ്ദേഹം യാത്ര ചോദിച്ച് ഏതാണ്ട് അദ്ദേഹം ഒഴിവായ ഒരു സാഹചര്യമാണ് കാണുന്നത്. പിന്നീട് കേരളത്തിലെ കോൺഗ്രസിൽ ഇങ്ങനൊരു ആവശ്യം നിൽക്കുമ്പോൾ തന്നെ പ്രബലമായ വിഭാഗങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാജി പിൻവലിക്കാൻ ഹൈക്കമാൻഡ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമ്മർദ്ദതന്ത്രമോ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടുമെന്നോ എനിക്ക് തോന്നുന്നില്ല. ഒരു പുതിയ 12-ാം തീയതി സോണിയാഗാന്ധി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം രാജി സ്വീകരിക്കുകയാണെങ്കിൽ അതിനുശേഷം ഒരു പുതിയ KPC പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലേക്ക് ഹൈക്കമാൻഡ് മാറാനാണ് സാധ്യത. അഡ്വക്കേറ്റ് ജയശങ്കർ, അപ്രതീക്ഷിതമായി AI ഗ്രൂപ്പുകൾക്ക് കിട്ടിയ അവസരം ഇത് മാത്രമായിരിക്കുമോ? ഈ അപ്രതീക്ഷിതമായ ഈ രാജി നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ഇവിടെ സൂചിപ്പിച്ചു തുടങ്ങിയതുപോലെ തന്നെ ഈ ഹൈക്കമാൻഡിൻ്റെ പുനരധിവാസ പാക്കേജ് ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടിക്ക് നൽകിയ ഉറപ്പ്, ഇക്കാര്യം VM സുധീറിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് വൈകും എന്തായാലും, പക്ഷേ അതിനു മുൻപ് തന്നെ KPCC പ്രസിഡന്റ് പദവിയിൽ നിന്നുള്ളൊരു മാറ്റം ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പടിയിറക്കം കൂടിയാവുകയില്ലേ ഇത്? അല്ല, ഇവിടെ ശ്രീ VM സുധീരൻ രാജിവെച്ചു എന്നുള്ളത് കൊണ്ട് ഉമ്മൻചാണ്ടിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തുമാത്രം സന്തോഷിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതായത് പുതിയൊരാളെ കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമല്ലല്ലോ. ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ ബോധിച്ച ഒരാളെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ അൺക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു ലീഡർ ആരുള്ളത് കോൺഗ്രസ് പാർട്ടിയിൽ ഒരാളുമില്ല. അതിപ്പോൾ ആരുടെ പേര് പറഞ്ഞാലും ബാക്കി എല്ലാവരും എതിർക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രവുമല്ല, ശ്രീ AK ആന്റണിയുടെ ഹിതത്തിനും താല്പര്യത്തിനും നിരക്കാത്ത ഒരാൾ ആ സ്ഥാനത്ത് വരികയില്ല എന്നുള്ള കാര്യവും സ്പഷ്ടമാണ്. അപ്പോൾ VM സുധീരന് പകരം വരാൻ പോകുന്ന ആൾ, പണ്ട് ആന്റണി തന്നെ പറഞ്ഞ പോലെ എന്നെ മാറ്റിയിട്ട് ഏത് ഹരിചന്ദ്രനെയാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് ശ്രീ ആന്റണി പണ്ടൊരിക്കൽ ചോദിക്കണ്ടായി, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്. അതുപോലെ ഇനിയിപ്പോൾ ആര് വരും എന്നുള്ള വലിയ ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുക ഇതിനേക്കാൾ ദുഷ്കരമായിരിക്കും. ഇവർക്ക് എല്ലാവർക്കും ബോധിക്കുന്ന, എല്ലാവർക്കും ഒരുപോലെ സമ്മതനായ ഒരാളെ ആർക്ക് കണ്ടുപിടിക്കാൻ കഴിയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്? ആര് വന്നാലും നമുക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ള എളുപ്പമുള്ള കാര്യമാണോ? ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരാളെ നിശ്ചയിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ അതിനെ എതിർക്കും. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ബോധിച്ച ആൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും ബോധിച്ച ആളായിരിക്കും നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രാജി കൊണ്ട് പരിഹരിക്കപ്പെടുന്നതിനേക്കാൾ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അധ്യക്ഷ സ്ഥാനത്തേക്ക് താൽക്കാലിക ചുമതലക്കാരൻ വന്നാലും തലപ്പത്തെ പോര് തലവേദനയാകില്ലേ? ഇടവേളയ്ക്ക് ശേഷം.